നിങ്ങൾക്കുള്ളിൽ ഒരു ഫുട്ബോൾ കോച്ച് ഒളിഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. പോയിന്റ് നമ്പർ 1, കളിക്കാർ ഓരോ മൊമെന്റിലും ഡിസിഷൻ എടുക്കുന്നത് ആരും പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. അത് അവരുടെ ബ്രെയിൻ അവർക്ക് കൊടുത്ത ഐഡിയ ആണ്. നിങ്ങൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ കൊണ്ട് മാത്രം ആ ഐഡിയ ആ ബ്രെയിൻ റീപ്ലേസ് ചെയ്യില്ല. പകരം അതിന് കൃത്യമായി കാര്യകാരണ സഹിതം അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ പറഞ്ഞു പഠിപ്പിക്കാൻ പറ്റണം. പോയിന്റ് നമ്പർ 2, ഡിസിഷൻ മേക്കിംഗ് പഠിപ്പിക്കുമ്പോൾ കളിക്കളത്തിലുണ്ടാകുന്ന പ്രഷർ കൂടെ പരിഗണിക്കണം. ഒരു ടെൻഷൻ ഉണ്ടാകുമ്പോൾ സാധാരണ സിറ്റുവേഷൻ ബിഹേവ് ചെയ്യുന്നത് പോലെയല്ലല്ലോ നമ്മൾ ബിഹേവ് ചെയ്യുന്നത്. അതുപോലെ കളിക്കളത്തിൽ പ്രഷറും ഉണ്ടാകും, സമയക്കുറവും ഉണ്ടാകും. അതുകൂടെ പരിഗണിച്ചായിരിക്കണം ട്രെയിനിങ് നടത്തേണ്ടത്. എങ്കിലേ ഫലം ഉണ്ടാകും. പോയിന്റ് നമ്പർ 3, ഒരേ ട്രെയിനിങ് റിപ്പീറ്റ് ആയി കൊടുക്കുന്ന സമയത്ത് അവരുടെ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്തു എന്നതിനർത്ഥം അവരുടെ കളി ഇംപ്രൂവ് ആയി എന്നതായിരിക്കണമെന്നില്ല. പകരം ആ ട്രെയിനിങ്ങിൽ എങ്ങനെ കളിച്ച് ശരിയാക്കണം എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായി എന്ന് മാത്രമാകാം. അതുകൊണ്ട് തന്നെ അതേ ലേണിംഗ് ഔട്ട്കം വരുന്ന മറ്റൊരു ട്രെയിനിങ് കൂടെ പരീക്ഷിച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇത് ഉറപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. പോയിന്റ് നമ്പർ 4, ഒരു ക്യാപ്റ്റൻ ആകുമ്പോൾ ഒരു ലീഡറെ സൃഷ്ടിക്കില്ല. വൺ ലീഡർ ഗെറ്റ്സ് മാർക്ക്, മെനി ലീഡർ കൺട്രോൾസ് ദി ഗെയിം. കളിയുടെ 4 ദിക്കിൽ നിന്നും ലീഡർമാരുടെ ശബ്ദം വരണം. അവിടെയാണ് ഒരു ടീമിന്റെ വിജയം. പോയിന്റ് നമ്പർ 5, ബോളിന്റെ പിറകെ കുറെ ഓടുന്നു എന്നതിനർത്ഥം മികച്ച പ്രസിംഗ് എന്നല്ല. എതിർ ടീമിന്റെ ഓപ്ഷൻസ് ലിമിറ്റ് ചെയ്യുകയും അവരെ മിസ്റ്റേക്കിലേക്ക് തള്ളിവിടുകയും ചെയ്യുമ്പോൾ മാത്രമേ ആ പ്രസിംഗിന് അർത്ഥം ഉണ്ടാവുകയുള്ളൂ. ഫുട്ബോൾ ടാക്ടിക്സിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മൾ റിലേറ്റഡ് വീഡിയോ തുറക്കുക, അതിന്റെ പിന്നിട്ട് കമന്റ് നോക്കുക. ഓക്കെ.